ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ഇന്ന് നമ്മൾ അധികം ബുദ്ധിമുട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായൊരു കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയും. കൂടുതലായി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഗിത്താറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം വരയ്ക്കുന്നു. അതിൻ്റെ പിടിഭാഗവും അതിന് സംബന്ധിച്ച ആ ഒരു ഭാഗവും വരയ്ക്കുന്നു. റെഡും ഓറഞ്ചും എല്ലാ നിറങ്ങളും ഉപയോഗിച്ച് നമ്മൾ വരച്ചതിന് മുകളിൽ മുഴുവനായും പെയിൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റിൻ്റെ ഭാഗം വിട്ട് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കൂടുതൽ ഗാംബോജ് ഉപയോഗിക്കുന്നു, യെല്ലോ കളർ ഉപയോഗിക്കുന്നു, ഓറഞ്ച് ഉപയോഗിക്കുന്നു, റെഡ് ഉപയോഗിക്കുന്നു. ഇനി കാണാം. ഇതെല്ലാം നമുക്ക് ഒരു പോസ്റ്റ് കാർഡിൽ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ കഴിയും, മ്യൂസിക്കിനെ സംബന്ധിച്ച ഗിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇതിനെ വലിയൊരു പെയിൻറ്റിംഗ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റായി ആൾക്കാർക്ക് ഫ്രെയിം ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ കണ്ടോ, വെള്ളം ഉപയോഗിച്ച് അതിനെ താഴേക്ക് പരത്തിയെടുക്കുന്നു. താഴേക്ക് ഒഴുകി വരുന്നത് കാണാം. ഒരു കളർ സ്പ്ലാഷ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പെയിൻറ്റ് ചെയ്ത ഭാഗത്ത് വീണ്ടും യെല്ലോ ചേർക്കുന്നു, റെഡ് ചേർക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഉപയോഗിക്കുക. താഴേക്ക് കുറച്ച് ഒറ്റി നിൽക്കുന്ന പോലെ, കുറച്ച് വെള്ളത്തുള്ളികൾ ഒറ്റി നിൽക്കുന്ന പോലെ എല്ലാം വരച്ചെടുക്കുന്നു. കുറച്ച് കളർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗിത്താറിനെ വരയ്ക്കുന്ന ആ ഒരു രീതിയാണ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്യണം നമുക്ക്. അതെല്ലാം നമ്മളെല്ലാ പെയിൻറ്റിങ്ങും ചെയ്യുന്നതാണ്. അതെല്ലാം പരീക്ഷിക്കണം. ക്രിംസൺ എടുക്കുന്നു, കുറച്ചൊന്ന് പരത്തുന്നു, കുടയുന്നു, കുറച്ച് സ്പ്രേ ചെയ്യുന്നു, കുറച്ച് വെള്ളം കളറും എല്ലാം സ്പ്രേ ചെയ്യുന്നു. ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. തെറ്റ് വരുത്താൻ ചാൻസ് ഇല്ല. ഇത് തെറ്റിപ്പോയി എന്ന് പറയാൻ ഒട്ടും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആ വരയ്ക്കുന്ന ഭാഗത്താണ്. വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് പെന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾ വരച്ച് നോക്കുക. നമുക്കിനി ഡ്രോയിങ് ചെയ്യുന്ന ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടോ, ആ ലെയർ ഉണങ്ങിക്കഴിഞ്ഞു. ആ വാട്ടർ കളർ ലെയർ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടൂ. ഇവിടെ മാർക്കർ പെന്നു കൊണ്ടാണ് വരയ്ക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം ഗിത്താറിൻ്റെ ചില ഡീറ്റെയിലുകൾ മാത്രം ചേർക്കുന്നു, മുഴുവനായി വരയ്ക്കുന്നില്ല. ഇനി നമുക്ക് വൈറ്റ് ഉപയോഗിച്ചൊന്ന് ടച്ച് ചെയ്തതിന് കുറച്ചുകൂടി ചന്തമുള്ളതാക്കാം. ഈ ലൈനുകളെല്ലാം വരയ്ക്കുമ്പോൾ വളഞ്ഞു പോവാതെ ശ്രദ്ധിക്കാൻ നോക്കുക. ആദ്യം നമ്മൾ സ്കെച്ചിട്ടത് കുറച്ചവിടെ കാണുന്നുണ്ടാവും. കുറച്ചൊന്ന് പുറത്തേക്ക് അതിനെ നീട്ടി വരയ്ക്കുന്നു. അതിൻ്റെ പിടിയുടെ ഭാഗം, അവിടെ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം വരയ്ക്കുന്നു. വളരെ സിമ്പിളാണ്. ഈ ഒരു റെഡ് സ്പ്ലാഷ് ഇട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക്കിൻ്റെ ഐക്കൺസ് എല്ലാം ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി അത് മീനിങ് ഫുള്ളും സുന്ദരവുമാവും. അതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു ഐഡിയ തരിക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്ത് തുടങ്ങണം എന്നൊരാഗ്രഹം കൊണ്ടാണ് വാട്ടർ കളർ ഒന്ന് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ പിന്നീട് പലതും ചെയ്യും. ആ ധൈര്യമില്ലായ്മയാണ് പലപ്പോഴും ബുദ്ധിമുട്ട്. അതിനു വേണ്ടിയാണ് ഒരു ചലഞ്ച് ചെയ്തത്. ഇനിയുള്ള വീഡിയോകളെല്ലാം കുറച്ച് വലുതായിരിക്കും. അഡ്വാൻസ് ആയി വാട്ടർ കളർ പഠിക്കേണ്ടവർക്കുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ടാവും, പഠിക്കാനുള്ള സമയമുണ്ടാവും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ 50 ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. നമ്മളിപ്പോൾ പകുതി ചെയ്തു കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ഗിത്താർ കുറച്ചൊന്ന് തെളിഞ്ഞ് വരുന്നത് കാണാം. ആദ്യം പെയിൻറ്റ് ചെയ്തതിന് ശേഷം, ഡ്രോയിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചൊന്ന് പെയിൻറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് അത് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾക്കിത് യെല്ലോ റെഡ് നിറങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല. ബ്ലൂ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. ഡാർക്ക് നിറം ചേർത്തപ്പോൾ ഒന്നുകൂടി അത് നമുക്ക് പെർമനൻ്റായി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മുഴുവനായി നമ്മൾ ഗിത്താർ വരച്ചിട്ടുമില്ല. ചില ഭാഗങ്ങൾ ഒന്ന് നനച്ച് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു. ചെറിയൊരു ഹൈലൈറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ വൈറ്റും ഉപയോഗിക്കാം. നല്ല പേപ്പറാണെങ്കിൽ ഇതുപോലെ പിക്ക് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഭാഗമാണ്. ഇവിടെ ഞാൻ വൈറ്റ് എടുക്കുന്നു. വൈറ്റ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുകയാണ്. ചെറിയ ഹൈലൈറ്റുകളെല്ലാം ആഡ് ചെയ്യുന്നു. അല്ല, കമ്പിയുടെ മുകളിലുള്ള ഹൈലൈറ്റ് എല്ലാം ചേർക്കുന്നു.
ആ വട്ടത്തിന് മുകളിൽ ചെറിയൊരു ഹൈലൈറ്റ് ചേർക്കുന്നു. പോസ്റ്റ് കളറും വാട്ടർ കളറും മിക്സ് ചെയ്യുന്ന പെയിൻറ്റിങ്ങുകൾ നമുക്ക് ഇനിയും ചെയ്യണം ഈ ചലഞ്ചിന് ശേഷം. അപ്പോൾ നിങ്ങൾ കാണാൻ തീർച്ചയായും ഉണ്ടാവണം. ആ ഒരു പിക്ക് ചെയ്ത ഭാഗത്തെ കൂടുതൽ റെഡ് പിക്ക് ചെയ്ത ഭാഗത്തെ വൈറ്റ് ചേർത്ത് ഹൈലൈറ്റ് ഉണ്ടാക്കുന്നു. ആ കമ്പികളെ ഹൈലൈറ്റ് ആക്കുന്നു. എന്നാൽ എല്ലാ ഭാഗത്തും ചെയ്യുന്നില്ല, ചില ഭാഗങ്ങൾ മാത്രം. ഈ ലൈനുകളെല്ലാം വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ചെറിയ ലൈനുകൾ വരയ്ക്കുന്നത് വളരെ സിമ്പിളായാണ്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ വരയ്ക്കണമെന്നില്ല. കുറച്ചുകൂടി ഡാർക്ക് നിറങ്ങൾ എടുക്കുന്നു. വയലറ്റ് ആണ് എടുക്കുന്നത്, റെഡും എല്ലാം ചേർത്ത്. ഈ ഒരു പിടിയുടെ ഭാഗം കുറച്ചുകൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നു നമ്മൾ. അപ്പോഴാണ് നമ്മൾ പ്രൊമിനൻ്റായി കാണാൻ കഴിയുന്നത്. തലപ്പ് ഭാഗത്തേക്കാണ് കൂടുതൽ ഡാർക്കാക്കിയിരിക്കുന്നത്. പിന്നീട് അതിനെ വെള്ളം ചേർത്ത് ഒന്ന് ലൈറ്റാക്കി വരയ്ക്കുന്നു. കുറച്ച് ബ്ലൂയിഷ് നിറമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾ പല രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ബൈ.